രാവിലെ ലാലേട്ടനെ കാണാൻ വേണ്ടിയിട്ട് BMH വന്നു. ലാലേട്ടനെ കണ്ടു, സന്തോഷമായി. പിന്നെ നമ്മൾ നേരെ പോയത് മുട്ടത്തേക്കാണ് കേട്ടോ. അവിടെ ആട് 3യുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞങ്ങളവിടെ ചെന്നപ്പോഴേക്കും വിനായകനുണ്ടായിരുന്നു. ഡ്യൂഡിൻ്റെ ഇൻട്രോ സീനെങ്ങാണ്ടായിരുന്നു തോന്നുന്നു ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അത് കുറച്ച് സമയം കണ്ടു നിന്നു. കുറേ അകലെന്നാണ് കേട്ടോ കണ്ടത്. അങ്ങോട്ടേക്ക് അങ്ങനെ ആരും കടത്തിവിടുന്നൊന്നും ഉണ്ടായിരുന്നില്ല. സിനിമ കാണുന്ന അത്ര സുഖമുള്ള കാര്യമൊന്നും അല്ലെങ്കിൽ ഷൂട്ടിംഗ് കാണുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് സത്യമാണ് കേട്ടോ, ഭയങ്കര ബോറടിക്കും. എന്തായാലും നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോൾ ഉമ്മിച്ച് നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചോറും നല്ല കേരമീൻ കറിയും പിന്നെ പൊരിച്ച മീൻ എന്താണെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. എന്തോ ഒരു ടൈപ്പ് മീനാണ്. പിന്നെ ബീൻസ് തോരനും ചമ്മന്തിയും അതുപോലെ പപ്പടമൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു. പിന്നെ ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുത്തു. ഇക്കായിരുന്നു നല്ല ഉറക്കമാണ് കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇതേ മുമ്പസ്ത് വന്നിരുന്നതാണ്. അടിപൊളി ഒരു മഴയ്ക്കുള്ള ചാൻസ് ഉണ്ട്. മഴക്കാർ ഇങ്ങനെ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ വിച്ചുവും അതുപോലെ നിഷാന്തേട്ടനും അഫിയും ഫൈസിയൊക്കെ സൈക്കിളും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിഷാന്തേട്ടൻ പറയായിരുന്നു വന്ദനത്തിൽ ജഗദീഷ് സൈക്കിൾ ഓടിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു മോഡൽ ഇങ്ങനെ ഓടിക്കുന്നതാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും തലയൊക്കെ ഇട്ട് ഇളക്കിയിട്ട് നമ്മൾ കുറേ സമയം അതൊക്കെ കണ്ട് ചിരിച്ചു. പിന്നെ എല്ലാവരും ഉള്ളപ്പോൾ ഭയങ്കര എൻജോയ്മെൻ്റ് ആണ്. നമുക്ക് നേരം പോകുന്നേ അറിയില്ല. ഇനിയിപ്പോൾ ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ ഇക്കായൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ വെറുതെ ഇരുന്ന് സമയം കളയണം. അങ്ങനത്തെ വൈകിട്ടായപ്പോഴേക്കും ഉമ്മച്ചി ചേമ്പ് പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പഴംപൊരി ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടി നമ്മൾ ചായ കുടിച്ചു. പിന്നെ 8:30 ആയപ്പോഴേക്കും അവർ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കുന്നതാണ് കേട്ടോ. ഇക്കായ ഇവരുടെ കൂടെ പോവാണ്. വണ്ടി കൊണ്ടുപോകുന്നില്ല കേട്ടോ ഇപ്രാവശ്യം. കാരണം പോയിട്ട് ഉടനെ തന്നെ വരും. അപ്പോൾ അഫിയുടെ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ വണ്ടി ആവശ്യമായതുകൊണ്ട് കൊണ്ടുപോകുന്നില്ല. അങ്ങനെ ആഷിക്ക് ഡ്രൈവ് ചെയ്ത് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് തൊടുപുഴയ്ക്ക് വന്നു. KSRTCയിൽ അവർ കയറി പോയതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു.